സദ്ഭരണം കാഴ്ചവെക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയും. സച്ചിദാനന്ദ സ്വാമി. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി വർക്കല ശിവഗിരി മഠം സന്ദർശിച്ച് വി.ഡി. സതീശൻ. ശിവഗിരിയെ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുവാൻ സർക്കാർ എല്ലാ സഹായവും നൽകുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവൻ സ്വപ്നം കണ്ട കേരളമാണ് ഈ സർക്കാരിന്റെ മുന്നിലുള്ളതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സന്ദർശനവേളയിൽ ശിവഗിരി മഠം അധികൃതർ മുഖ്യമന്ത്രിക്ക് ഊഷ്മളമായ വരവേൽപ്പ് നൽകി. ഉപയോഗശൂന്യമായി കിടക്കുന്ന ശിവഗിരി തുരപ്പ് ഉൾപ്പെടെയുള്ള 6 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് തീർത്ഥാടകർക്കായി വികസിപ്പിക്കുന്നതടക്കമുള്ള 3 പ്രധാന നിവേദനങ്ങൾ മഠം മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. രാഷ്ട്രീയത്തിന്റെ നിറകുടമായിട്ടാണ് ശ്രീ വി.ഡി. സതീശനെ കേരളീയ ജനത കാണുന്നത്. അദ്ദേഹത്തിലൂടെ ഒരു വലിയ സദ്ഭരണം ഇവിടെ ഉണ്ടായി നമ്മുടെ രാജ്യത്തിന് സമഗ്രമായ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമാണ് നമ്മുടെ ജനതയ്ക്കുള്ളത്. ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദചിന്തകൾക്ക് അതീതമായി അദ്ദേഹത്തിന് പ്രവർത്തിക്കുവാനും ഒരു സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനത്തെ സൃഷ്ടിച്ചെടുക്കുവാനും എല്ലാവിധമായ അനുഗ്രഹവും ജഗദീശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ശിവഗിരി മഠത്തിൻ്റെ എല്ലാവിധമായ മംഗളാശംസകളും അദ്ദേഹത്തിന് അർപ്പിച്ചുകൊള്ളു. ചുമതലയേറ്റതിന് ശേഷം ആദ്യമായിട്ടാണ് ശിവഗിരിയിലെത്തുന്നത്. കേരളത്തിൽ സൗമ്യമായ ഭാഷണം കൊണ്ട് കൊടുങ്കാറ്റ് സൃഷ്ടിച്ച് കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെല്ലാം പരിവർത്തനമുണ്ടാക്കിയ ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധിക്ക് മുന്നിലാണ് നിൽക്കുന്നത്. എല്ലാവരും സൗഹാർദ്ദത്തോടെ ഒരുമിച്ച് ജീവിക്കുന്ന, സോദരരെ പോലെ ഒരുമിച്ച് വാഴുന്ന ഒരു മാതൃകാസ്ഥാനമാക്കി നമ്മുടെ കേരളത്തെ മാറ്റാൻ ഗുരുവിൻ്റെ ആദർശങ്ങൾ, ഗുരുവിൻ്റെ ദർശനങ്ങൾ തീർച്ചയായും നമ്മളെ എല്ലാവരെയും സഹായിക്കും. ഗുരു സ്വപ്നം കണ്ട ഒരു കേരളമാണ് ഈ സർക്കാരിൻ്റെയും മനസ്സിലുള്ളത്. ജാതിമത ചിന്തകൾക്ക് അതീതമായി മതസൗഹാർദ്ദത്തോടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള പ്രതിജ്ഞയാണ് ഗുരു സമാധിയിൽ വെച്ച് ഞാനിവിടെ പുതുക്കുന്നത്. രണ്ടാമതൊരു കാര്യം, ശിവഗിരി എന്ന് പറയുന്നത് ഗുരുദേവൻ്റെ സാമീപ്യം കൊണ്ടും സാന്നിധ്യം കൊണ്ടും പവിത്രമായി മാറിയ ഒരു സ്ഥലമാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇത് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള എല്ലാ സഹായവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. തീർച്ചയായും വലിയ സന്തോഷം.